ഇപ്പോൾ KSEB ഓഫീസിലേക്ക് ഒരു മാർച്ചിന്റെ ദൃശ്യമുണ്ട്. കൊണ്ടോട്ടിയിലെ KSEB ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. ഇന്നലെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുള്ളത്. ഇപ്പോൾ KSEBയുടെ കൊണ്ടോട്ടിയിലെ ഓഫീസിലേക്ക് നേരെയാണ് യൂത്ത് ലീഗിന്റെ മാർച്ചുള്ളത്. മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ കൊണ്ടോട്ടിയിൽ ഷോക്കേറ്റ് ഒരു വയോധികൻ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ കൊണ്ടോട്ടിയിലെ KSEB ഓഫീസിലേക്കുള്ള മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രേക്ഷകർക്ക് കാണാം. ഇന്നലെ തന്നെ ആ വീട്ടുകാർ പറഞ്ഞിരുന്നു, പലതവണ KSEB വിളിച്ചറിയിച്ചിരുന്നിട്ടും ആളുകൾ തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് മരണം സംഭവിച്ചത് എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അഷ്കറുണ്ട് സ്ഥലത്ത്. അഷ്കർ, മാർച്ച് KSEB ഓഫീസിലേക്കാണ്. ഓഫീസ് അടച്ചിരിക്കുകയാണോ ഇപ്പോൾ? അരുൺ, ഓഫീസ് അടച്ചിട്ടില്ല. പക്ഷേ ഓഫീസിന് മുമ്പിൽ വലിയ സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട് പോലീസ്. പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. നിരവധി പ്രവർത്തകർ അണിനിരത്തിക്കൊണ്ടാണ്, 100-ലധികം വരുന്ന പ്രവർത്തകർ അണിനിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുതുവന്നൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കം KSEBയുടെ സെക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് സെക്ഷൻ ഓഫീസിലേക്കുള്ള കെട്ടിടത്തിന്റെ കവാടത്തിൽ വെച്ച് തന്നെ പോലീസ് തടയുകയായിരുന്നു. എന്നാൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബലപ്രയോഗത്തോടെ KSEB ഓഫീസിലേക്ക് തള്ളിക്കയറാനാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ശ്രമിക്കുന്നത്. ശക്തമായി പ്രതിരോധിക്കാൻ പോലീസ് എന്തായാലും വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ഇന്നലെയാണ് കൊണ്ടോട്ടി നീരാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാ എന്ന് പറയുന്ന 58 വയസ്സുകാരൻ വീടിന്റെ സമീപത്തെ പറമ്പിൽ നിന്നും ഇത്തരത്തിൽ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിൽ പ്രധാനമായും ഉയർന്ന ആരോപണം, ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് 3 തവണയോളം KSEB ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ആ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് അബദ്ധവശാൽ അവിടെ എത്തിയ, ഈ വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്നത് അറിയാതെ അവിടെ എത്തിയ മുഹമ്മദ് ഷാക്ക് അവിടെ നിന്ന് വൈദ്യുതം ആഘാതമേൽക്കുകയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം എത്തുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് വലിയ തോതിൽ ഇന്നലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ ആരോപണം, പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് ലീഗ് പ്രതിഷേധമായ രംഗത്തെത്തിയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നേരെ വലിയ ബലപ്രയോഗമാണ് പ്രവർത്തനം നടത്തുന്നത്. പ്രവർത്തകർ പോലീസിനെ മറികടന്നുകൊണ്ട് KSEB ഓഫീസിലേക്ക് മറികടക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. വലിയ തോതിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളമുണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ നിൽക്കുന്നു. പോലീസിനെ മറികടന്നുകൊണ്ട് KSEB സെക്ഷൻ ഓഫീസിലേക്ക്, മുണ്ടക്കുളത്തെ സബ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പോലീസ് പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ മുകളിലേക്ക് കയറാനുള്ള ഷട്ടറുകൾ പോലീസ് പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നത്. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KSEBയുടെ മുണ്ടക്കുളം സെക്ഷൻ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് ഇപ്പോൾ കാണുന്നത്. കൊണ്ടോട്ടിയിൽ ഒരു വയോധികൻ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന മാർച്ചാണ്. അവിടെ KSEB അധികൃതരെ തുടർച്ചയായിട്ട് വിളിച്ചിട്ടും അവരാരും പ്രതികരിച്ചിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഈ വിഷയത്തിലാണ് തേവലക്കരയിൽ കുഞ്ഞു മരിക്കാനിടയായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് കൊണ്ടോട്ടിയിൽ നിന്നും വളരെ വേദനിപ്പിക്കുന്ന ഈ വാർത്ത വന്നതും. ഇപ്പോൾ മുണ്ടക്കുളം KSEB ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഷ്കറുണ്ട്. അഷ്കർ, പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല അല്ലേ? അരുൺ, ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രവർത്തകർ തുടരുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. പോലീസ് പരമാവധി ബലപ്രയോഗം നടത്തുന്നുണ്ട്. പക്ഷേ പോലീസിനെ മറികടന്ന് KSEBയുടെ സെക്ഷൻ ഓഫീസിലേക്ക് അടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ KSEBയുടെ ഓഫീസ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള കവാടം അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഷട്ടറൊക്കെ തന്നെ പൂർണ്ണമായും അടച്ചു വെച്ചുകൊണ്ടാണ് പോലീസ് പ്രതിരോധം തീർക്കുന്നത്. പക്ഷേ പോലീസുമായുള്ള ഒരു ഉന്തും തള്ളുമാണ് ഇപ്പോഴും നടക്കുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ശക്തമായ പ്രതിഷേധം നടത്തുന്നു. KSEB ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, ഉത്തരവാദികളായ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KSEB സെക്ഷൻ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി പ്രതിഷേധം തുടർന്നാലും ഇവിടെ പൊതുപരിപാടി കൂടിയുണ്ട്. പൊതുപരിപാടി മാർച്ചും കൂടിയുണ്ട്. അതിനുശേഷവും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. കൊണ്ടോട്ടി CI സമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രവർത്തകരാണ് ലഭിക്കുന്നത്. പ്രവർത്തകർ പോലീസ് തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ചില നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രവർത്തകർ വഴങ്ങാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു.
വലിയ തോതിലുള്ള ഉന്തും തള്ളും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ തോതിൽ പോലീസ് സന്നാഹം കൂടി ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ മാർച്ചിനെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നത്. പക്ഷേ ശക്തമായ ഒരു പ്രതിഷേധമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ പരമാവധി ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം പിന്നോട്ട് കൊണ്ടുപോയാലാണ് പോലീസ് ശ്രമിക്കുന്നത്. നേതാക്കൾ ഇടപെട്ടുകൊണ്ടും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം തുടരുകയും ചെയ്യുന്നു. കൊണ്ടോട്ടി നീരാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷായുടെ മരണത്തിൽ KCB ഉദ്യോഗസ്ഥർക്കെതിരെ, അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം തുടരുന്നത്. എന്തായാലും ഒരു വിധത്തിൽ പ്രവർത്തകരെ അനുനയിപ്പിക്കുകയാണ് നേതാക്കൾ. പൊതുപരിപാടി നടക്കേണ്ടതുകൊണ്ട് തന്നെ പ്രവർത്തകരെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ ഇപ്പോൾ നേതാക്കൾ ശ്രമിക്കും. എന്തായാലും ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഈ വിഷയത്തിൽ കൊണ്ടോട്ടിയിലെ ഷോക്കേറ്റ് മരണത്തിൽ KCB അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. അരുൺ, കൊണ്ടോട്ടിയിൽ വലിയ പ്രതിഷേധം, യൂത്ത് ലീഗിന്റെ മാർച്ചാണ് കാണുന്നത്. അവിടെ സംഘർഷത്തിന്റെ സാഹചര്യമാണ്. KCB ഓഫീസിലേക്ക് ഉള്ള പ്രതിഷേധം. കഴിഞ്ഞ ദിവസം വൈദ്യുതി ലൈൻ തട്ടി വയോധികൻ മരിച്ച സംഭവമാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല എന്ന് വയോധികന്റെ കുടുംബം ഇന്നലെ കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അനാസ്ഥയുടെ മറ്റൊരു ചിത്രമാണ് KSEBയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു അനാസ്ഥയുടെ ചിത്രമാണ് മലപ്പുറത്ത് നിന്ന് കണ്ടത്. വലിയ പ്രതിഷേധം അവിടെ ഉയരുകയാണ്. യൂത്ത് ലീഗ് ഇപ്പോൾ KSEB ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നു. അവിടെ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ. അഷ്കർ തുടരുന്നു. അഷ്കർ, ഇപ്പോൾ KSEB ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ്. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ഈ വയോധികൻ ഷോക്കേറ്റ് മരിച്ചത് ഇതിന് സമീപം തന്നെയാണോ? എന്താണ് ഇപ്പോൾ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട നേതാക്കൾ പറയുന്നത്? സ്മൃതി, ഒരു വിധത്തിൽ ഇപ്പോൾ പ്രതിഷേധമാക്കിയ പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും അതുപോലെ തന്നെ ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാരും ഒപ്പം തന്നെ യൂത്ത് ലീഗ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വൈദ്യുതി കമ്പി ഇത്തരത്തിൽ പൊട്ടി വീണതിന് ശേഷം KCB ഓഫീസിൽ പലതവണ നിരന്തരമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ട് എന്ന് അറിയിച്ചിട്ട് പോലും KCBയിൽ നിന്നും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഉദ്യോഗസ്ഥർ ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുഹമ്മദ് ഷായുടെ മരണത്തിലേക്ക് വഴിവെച്ചത്. മുഹമ്മദ് ഷായെ യഥാർത്ഥത്തിൽ KCB കൊലപ്പെടുത്തിയതാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയമായ ആരോപണം കൂടി യൂത്ത് ലീഗ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് രാഷ്ട്രീയമായി ഉന്നയിക്കുന്നത്.